നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളുടെ ഈ സീരീസിലെ അപ്ഡേഷൻ വീഡിയോസിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്ന് ആധാറിനെ കുറിച്ചുള്ള വിവരമാണ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയതല്ല, കുറെ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് പേര് ചെയ്യാൻ ഇനിയും പെൻഡിങ് ഉള്ള കാര്യമാണത്. അതായത് ആധാറിൽ നമ്മൾ എടുത്തിട്ട് 10 കൊല്ലമായിട്ടും യാതൊരു അപ്ഡേറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആധാറിലെ ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യണം എന്നൊരു ഗവൺമെന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറെ പേര് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തതാണ്. പക്ഷെ അതുപോലെ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ എന്തിനാണ് ഫസ്റ്റ് ഈ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം അക്യുറേറ്റ് ആണ്, യാതൊരുവിധ ചേഞ്ച് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് വരുത്തി വന്നിരിക്കുന്നത്. അതായത് ഇവിടെ പലരും ആധാറിൽ ഒരു പേര്, വോട്ടർ ഐ ഡിയിൽ ഒരു പേര്, പാൻ കാർഡിൽ വേറെ പേര്, ആധാറിൽ ഒരു അഡ്രസ്സ്, വോട്ടർ ഐ ഡിയിൽ വേറൊരു അഡ്രസ്സ്, പാൻ കാർഡിൽ അഡ്രസ്സ് ഇല്ല. അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ചേഞ്ച് ആയത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആധാറിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഈ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ ഡോക്യുമെന്റ് അപ്ഡേറ്റ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ആധാറിന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം, ഒന്ന് നമ്മൾ ആധാർ കേന്ദ്രയിൽ പോയും ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇതിൽ 2 പ്രൂഫാണ് കൊടുക്കേണ്ടത്: ഫോട്ടോ ഐ ഡി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്. ഓക്കെ, എന്തായാലും നമ്മൾ ഓൺലൈനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരം ഞാൻ ഇതിൽ കാണിച്ചു തരാം. സോ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ആധാറിന്റെ സൈറ്റ് ലോഗിൻ ചെയ്യാം, myaadhar.uidi.gov.in. ഓക്കെ, ഇനിയിപ്പോ ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നമ്മൾ ഇതിൽ ഈ സൈറ്റിലെ ഏറ്റവും താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ ചെക്ക് ആധാർ വാലിഡിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യുക, എന്നിട്ട് ഈ ക്യാപ്ച പ്രൊസീഡ് കൊടുത്താൽ മതി. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഞാനൊരു ആധാർ ഐ ഡി കൊടുത്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ താഴെ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് കാണിക്കും. അതായത് ദിസ് ആധാർ നമ്പർ റിക്വയർസ് ഡോക്യുമെന്റ് അപ്ഡേറ്റ്, പ്ലീസ് അപ്ലോഡ് ദ ഡോക്യുമെന്റ്സ് ത്രൂ ആധാർ വെബ്സൈറ്റ് ഓർ വിസിറ്റ് നിയർ ബൈ ആധാർ സേവാ കേന്ദ്ര. ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വന്നാൽ ഇതിനർത്ഥം 10 വർഷമായിട്ട് യാതൊരു അപ്ഡേറ്റും തന്നെ ഈ ആധാർ കാർഡിൽ നടന്നിട്ടില്ല. അതായത് ഇപ്പോൾ എന്താ പറയുക, 10 വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള ആധാർ അപ്ഡേറ്റ് നമ്പറിൽ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ ഡോക്യുമെന്റ് അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. സോ അത് ചെയ്യാൻ വേണ്ടിയുള്ള എറർ മെസ്സേജ് ആണ്. ഇനി അഥവാ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് വരുന്നതെങ്കിൽ കാണിച്ചു തരാം. സോ ഇതുപോലെയാണ് വരുന്നതെങ്കിൽ യാതൊരു എറർ മെസ്സേജും ഇല്ല. ഇതിനർത്ഥം നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്ത് കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഈ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആധാർ അപ്ഡേറ്റ്, അഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും മാറ്റി കാണും. സോ അങ്ങനെയുള്ള വ്യക്തികൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് അതിനായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടി ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്റർഫേസ് വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആധാറിന്റെ സൈറ്റ് നമ്മൾ മാക്സിമം എല്ലാ ടൈമിലും വർക്ക് ചെയ്യുന്നില്ല. സോ അതെന്ന് വെച്ചാൽ മാക്സിമം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാത്രി 11 മണി മേലെ നിങ്ങൾ ചെയ്യുക. അപ്പോഴാണ് മാക്സിമം അത് വർക്ക് ചെയ്യുള്ളൂ. രാവിലെ സെർവർ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ എന്തായാലും രാത്രി 11 മണിക്ക് ശേഷമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്തായാലും ആധാർ നമ്പർ എൻ്റർ ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യുക, ആസ് യൂഷ്വൽ ലോഗിൻ വിത്ത് OTP കൊടുക്കുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഞാൻ അത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരാം. സോ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇന്റർഫേസ് കാണിക്കുക. ഇതിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ സെക്ഷൻ വഴിയാണ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ആധാറിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ചേഞ്ച് ആവില്ല. ഡോക്യുമെന്റ്സ് മാത്രമേ അപ്ഡേറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി മാറിക്കൊള്ളും എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എന്തായാലും ഈ ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്തായാലും ഗവൺമെന്റ് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓൺലൈനായിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യാൻ വേണ്ടി സെപ്റ്റംബർ 14 വരെ സമയം നീട്ടിയിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ 14 മുന്നേ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആധാറിന്റെ ഇതിപ്പോൾ ഞാൻ മുഴുവൻ വായിച്ചു തരുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും. ഇതിൽ ഒന്നും എഴുതിയിട്ടില്ല. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്താൽ ആധാറിന്റെ ഡേറ്റാബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഈ സാധനം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഈ സർവീസ് 14/9/2024 വരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഓൾറെഡി കാണിക്കുന്ന പ്രൂഫ് ഓഫ് അഡ്രസ്, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി 2 ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ ഈ 2 ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അലോഡ് എന്നുള്ളത് നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗണിൽ തന്നെ കാണിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
ഇവിടെ താഴെ തന്നെ ഇഫ് യു ആർ ലുക്കിംഗ് ടു അപ്ഡേറ്റ് യുവർ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, അതായത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ് എന്നിവയാണെന്നുണ്ടെങ്കിൽ വിസിറ്റ് നിയറസ്റ്റ് ആധാർ സെന്റർ, അല്ലെങ്കിൽ ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യാൻ വേണ്ട. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട സെക്ഷനിലേക്ക് ഇത് ഡൈവേർട്ട് ആവും. എന്തായാലും നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബേസിക് വിവരങ്ങൾ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിക്കും. ഇത് നിങ്ങളെല്ലാം ക്ലിയർ ആണ് എന്ന് ഐ വെരിഫൈ ദ എബോ ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന് പറഞ്ഞ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേജ് വരും. ഇവിടെ നമുക്ക് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഡോക്യുമെന്റ് സൈസ് 2 MB താഴെയായിരിക്കണം. ഒന്നില്ലെങ്കിൽ JPEG ഫോർമാറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ PNG ഫോർമാറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ PDF ഫോർമാറ്റ്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ്. അതിനായിട്ട് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണിക്കും ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന്. ഡ്രൈവിംഗ് ലൈസൻസ് ഒരുപാടുണ്ട്, ഇന്ത്യൻ പാസ്പോർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഓൾറെഡി ഉണ്ട്. പാൻ കാർഡ്, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പാൻ കാർഡ് സെലക്ട് ചെയ്യാന്ന് വെക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാൻ കാർഡിൽ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാൻ കാർഡ്, ഈ പാൻ കാർഡ് ആയാലും മതി, പേര്, ഫോട്ടോഗ്രാഫ് ക്ലിയർ ആയിട്ട് അതിൽ കാണണം. സ്കാൻ ചെയ്യുന്ന ഇമേജ് ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഇങ്ങനെ ഓപ്ഷൻ കാണിക്കും. അതിൽ കണ്ടിന്യൂ ടു അപ്ലോഡ് കൊടുത്താൽ നമ്മുടെ ഫോൺ, അതായത് കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഫോണിൽ നിന്നോ ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് അത് പോകുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ താഴെ വന്നിട്ട് പ്രൂഫ് ഓഫ് അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് പ്രൂഫ് ഓഫ് അഡ്രസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പാസ്പോർട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ പാസ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. സെയിം ആണ്, അഡ്രസ് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം, എല്ലാ ഡീറ്റെയിൽസ് ആണ്, കറന്റ് അഡ്രസ് ആയിരിക്കണം. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം താഴെ I hereby give my consent that the information documents provided uploaded by me may be subjected to verification at any stage by the government. അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ് എന്നുള്ള ചെക്ക് ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ ഞാൻ എന്തായാലും ഒരു ഡെമോ കാണിക്കാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് കാണിക്കും. അതായത് നിങ്ങൾ ഡെമോഗ്രാഫി ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതും ഡോക്യുമെന്റ് ഡീറ്റെയിൽസിലുള്ളതും എല്ലാം ക്ലിയർ ആണ് എന്ന് കൺഫേം ചെയ്യാൻ ഓക്കെ എന്ന് പറഞ്ഞ് കൺഫേം ചെയ്താൽ അവിടുന്ന് അടുത്ത പേജിലേക്ക് പോകും. അവിടെ കാണിക്കും ദ സർവീസ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് 14/9/2024, അതായത് സെപ്റ്റംബർ 14 വരെ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് സബ്മിറ്റ് ആവുന്നതായിരിക്കും. റിക്വസ്റ്റ് സബ്മിറ്റ് ആവും. എന്തായാലും ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ ബാക്ക് പോവാണ്. എന്നിട്ട് അത് എങ്ങനെയാണ് സ്റ്റേറ്റസ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളുടെ സർവീസ് നെയിം ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. ഡോക്യുമെന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു സർവീസ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡ്രാഫ്റ്റ് സ്റ്റേജിലാണ്, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഇവിടുന്ന് റെസ്യൂം ചെയ്യണമെങ്കിൽ റെസ്യൂം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ റെസ്യൂം ചെയ്യാവുന്നതാണ്. ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ ഈ റിക്വസ്റ്റ് ഡിലീറ്റ് ആവും. ഇവിടെ താഴെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അത് അതിനർത്ഥം അത് കംപ്ലീറ്റ് ആയി എന്നാണ്. അതായത് ആധാർ നമ്മൾ അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അപ്ഡേറ്റ് ആയി എന്നർത്ഥം. നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് വെയിറ്റ് ചെയ്യുക. യൂഷ്വലി 7 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ കൊടുത്ത ഏതൊരു റിക്വസ്റ്റും ആധാറിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. റിക്വസ്റ്റ് ക്യാൻസൽ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുക. അതേപോലെ ഈ ഒരു ഫീൽഡിൽ കുറച്ചു കാലം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഇതുപോലെ ഒരു ഷോപ്പ് എനിക്ക് ഉണ്ടായിരുന്നു, അപ്ഡേറ്റ് ചെയ്യാനുള്ള ഷോപ്പ് ഇവിടെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇതിൽ പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യമൊക്കെ ചെയ്യുക. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ചെയ്യുക. അറിയാം ഗവൺമെന്റ്, നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് സിസ്റ്റംസ് ഒന്നും പ്രോപ്പർ അല്ല, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അതിന് ഗവൺമെന്റ്സിനെയോ ഗവൺമെന്റിൽ ഇരിക്കുന്നവരെയോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെയോ കുറ്റം പറഞ്ഞിരിക്കാതെ എത്രയും പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെയ്യുക. കാരണം ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇതേ ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെ ആയിരിക്കും ആ ചെയറിലിരിക്കേണ്ടാവുക. യാതൊരു നടപടി അവർ എടുക്കൂല. അങ്ങനെ വെറുതെ നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. അത്രയും സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും ഒരേ പേര്, അച്ഛന്റെ പേര്, നിങ്ങളുടെ പേര്, അമ്മയുടെ പേര്, അമ്മയുടെ പേര്, അഡ്രസ് എല്ലാം പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇപ്പൊ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റ് തന്നെയായിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞ മാതിരി നാളെ നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നം വരുമ്പോഴും ഇതേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കും ആ ചെയറിൽ ഇരിക്കുന്നുണ്ടാവുക. യാതൊന്നും പ്രത്യേകിച്ച് മൂവ് ആവില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സമയം അനുസരിച്ച് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് എൻ്റെ കടയിൽ വന്ന് കരഞ്ഞു നിന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ കാരണം നമ്മളുടെ, അതായത് ഒരു സമയത്ത് മടി കാരണം നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ എത്രത്തോളം ദൂഷ്യ ഫലങ്ങൾ ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. ഞങ്ങളുടെ ഇമെയിൽ ID ഉണ്ടാവും. ആ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് വെച്ച് മെയിൽ അയക്കാം. എല്ലാ കാര്യങ്ങളും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മാക്സിമം എനിക്ക് വരുന്ന എല്ലാ കമന്റുകൾക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഞാൻ തനിയെ പോയി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം എനിക്കത് അറിയില്ല എന്ന് ഞാൻ കമന്റ് ചെയ്യാറുണ്ട്. കാരണം അത് എല്ലാത്തിലും ഞാൻ എക്സ്പെർട്ട് അല്ല. ചില കാര്യങ്ങൾ എനിക്ക് അറിയാം. ആ അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നത്. ഓക്കെ,
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കമന്റിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. എത്ര പെട്ടെന്ന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ ചെയ്യാം. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വളരെ നന്ദി. നമസ്കാരം.